ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഭരണഘടനയുടെ ഒരു തുടക്കം ഇട്ട് വെച്ചിരുന്നു അല്ലേ? അപ്പൊ അതിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു വെച്ചിരുന്നത് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാവാൻ കാരണമായ ചില നിയമങ്ങളെ പറ്റിയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ചില നിയമങ്ങൾ ഉണ്ടാക്കി. അത് പിൽക്കാലത്ത് നമുക്കൊരു ഭരണഘടന ഉണ്ടാവാനുള്ള ചവിട്ടുപടിയായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പൊ അത് ഓരോന്നിനെ പറ്റി അതിന്റെ വിശദമായിട്ടില്ല, നമുക്ക് വേണ്ടുന്ന പോയിന്റുകൾ പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന്. ഓക്കെ, അതിലെ ആദ്യത്തെ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. വർഷം കൂടെ പഠിച്ചു പോണേ. 1773 റെഗുലേറ്റിംഗ് ആക്ട്. ഈ റെഗുലേറ്റിംഗ് ആക്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിനായി കൊണ്ടുവന്ന ആദ്യ നിയമമാണ് ഏതെന്ന് പറയുന്നത് റെഗുലേറ്റിംഗ് ആക്ട്. ആദ്യ നിയമം ഏതാന്ന് ചോദിച്ചാൽ റെഗുലേറ്റിംഗ് ആക്ട് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. ആര് കൊണ്ടുവന്നു? ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവന്നു. ഓക്കെ, ഇത് പ്രകാരം, ഈ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ, അപ്പൊ ബംഗാളിൽ ആദ്യമായി അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു ഗവർണർ ജനറൽ എന്നുള്ള ഒരു പദവി കൊണ്ടുവന്നതും ഈ റെഗുലേറ്റിംഗ് ആക്ട് മുഖേനയാണ്. അപ്പൊ ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആയ വ്യക്തി വാറൻ ഹേസ്റ്റിങ്സ്. ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് എന്താണ് ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ പദവി ആർക്ക് കിട്ടുന്നത്? വാറൻ ഹേസ്റ്റിങ്സിന് കിട്ടുന്നത്. ഈ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ആദ്യമായി ഒരു സുപ്രീം കോടതി വന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊൽക്കത്തയിലാണ്. അത് വന്നത് 1774. അപ്പോൾ ഗവർണർ ജനറൽ പദവി വന്നു, അതുപോലെ തന്നെ ഒരു സുപ്രീം കോടതി നിലവിൽ വന്നതും ഏത് പ്രകാരമാണ്? റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ്. 1774 കൊൽക്കത്തയിലാണ് വരുന്നത്. അതുപോലെ തന്നെ അവിടെ ഓർത്തിരിക്കാനുള്ള കാര്യം, ഈ സുപ്രീം കോടതിക്ക് ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചാൽ എലീജ ഇംബെയാണ്. ആദ്യ ചീഫ് ജസ്റ്റിസ് എലീജ ഇംബെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റെഗുലേറ്റിംഗ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകൾ വരുന്നത്. ഇനി ഈ റെഗുലേറ്റിംഗ് ആക്ടിന് ചില അപാകതകൾ ഉണ്ടായിരുന്നു, ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടുപിടിക്കാൻ ഒരു 10 വർഷത്തിന് ശേഷം എന്ത് വന്നു? പിറ്റ്സ് ഇന്ത്യ നിയമം വന്നു. അപ്പൊ ഈ അപാകതകൾ, റെഗുലേറ്റിംഗ് ആക്ടിന്റെ അപാകതകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന നിയമമാണ് പിറ്റ്സ് ഇന്ത്യ നിയമം. വർഷം കൂടി ഓർത്തിരിക്കുക, 1784. 1784 പിറ്റ്സ് ഇന്ത്യ നിയമം. 1773 റെഗുലേറ്റിംഗ് ആക്ട്. ഈ പിറ്റ്സ് ഇന്ത്യ നിയമപ്രകാരം അല്ല, ഇത് അപാകതകൾ പരിഹരിക്കാനാണ്. അതുപോലെ തന്നെ ഈ പിറ്റ്സ് ഇന്ത്യ ആക്ട് അറിയപ്പെടുന്നതാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട്. അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് അല്ലെങ്കിൽ പിറ്റ്സ് ഇന്ത്യ നിയമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തന്നെയാണ്? പിറ്റ്സ് ഇന്ത്യ നിയമമാണ്. അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് 1784 എന്ന് പറയുന്നത് ഏതാണ്? പിറ്റ്സ് ഇന്ത്യ നിയമമാണ്. അടുത്തൊരു നിയമമാണ് ക്യൂൻസ് പ്രൊക്ലമേഷൻ ആക്ട് അല്ലെങ്കിൽ രാജ്ഞിയുടെ വിളംബരം 1858. ഓക്കെ, 1858. 1857 എന്ത് സംഭവിച്ചു? ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെ? അപ്പൊ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഈ ഇന്ത്യയില് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവസാനിച്ചപ്പോൾ 1858 നവംബർ 1 ബ്രിട്ടീഷ് രാജ്ഞി ഒരു നിയമം പുറപ്പെടുവിച്ചു, അല്ലെങ്കിൽ ഒരു പ്രൊക്ലമേഷൻ നടത്തി, ഒരു വിളംബരം നടത്തി. അപ്പൊ ആ വിളംബര പ്രകാരം ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. അപ്പോ രാജ്ഞിയുടെ വിളംബര പ്രകാരം അല്ലെങ്കിൽ ക്യൂൻസ് പ്രൊക്ലമേഷൻ ആക്ട് പ്രകാരം എന്ത് ചെയ്തു? ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ഓക്കെ, എന്നാൽ ആ സമയത്ത് ബ്രിട്ടീഷ് രാജ്ഞി ആരായിരുന്നു? വിക്ടോറിയ രാജ്ഞിയാണ്. എന്നാൽ വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെ രാജ്ഞിയായി പ്രഖ്യാപിക്കപ്പെട്ടത് 58 1877. പിന്നെയും കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് 1877 ഇന്ത്യയുടെ രാജ്ഞിയായി വിക്ടോറിയ രാജ്ഞിയെ എന്ത് ചെയ്യുന്നത്? പ്രഖ്യാപിക്കുന്നത്. ഇനി ഈ രാജ്ഞിയുടെ വിളംബരം നടക്കുന്ന സമയത്ത്, ക്യൂൻസ് പ്രൊക്ലമേഷൻ ആക്ട് വരുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വ്യക്തിയാണ് പാമേഴ്സ്റ്റൺ പ്രഭു. പാമേഴ്സ്റ്റൺ പ്രഭു. അപ്പൊ ക്യൂൻസ് പ്രൊക്ലമേഷൻ നടക്കുന്ന സമയത്ത് പ്രൈം മിനിസ്റ്റർ ആരാണെന്ന് ചോദിച്ചാൽ പാമേഴ്സ്റ്റൺ പ്രഭു ആണ്.
ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏതാണ്? രാജ്ഞിയുടെ വിളംബരം, ക്യൂൻസ് പ്രൊക്ലമേഷൻ ആക്ട് 1858 ആണ് ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട. ആക്ട് ഫോർ ദ ഗുഡ് ഗവേണൻസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? രാജ്ഞിയുടെ വിളംബരം അല്ലെങ്കിൽ ക്യൂൻസ് പ്രൊക്ലമേഷൻ ആക്ട് ആണ്. ഓക്കെ, ഇനി ഈ രാജ്ഞിയുടെ വിളംബര പ്രകാരം അതുവരെ ഉണ്ടായിരുന്ന ഗവർണർ ജനറൽ എന്ന പദവി മാറിയിട്ട് വൈസ്രോയി എന്ന പദവി നിലവിൽ വന്നു. ഓക്കെ, അതുവരെ ഗവർണർ ജനറൽ പദവിയായിരുന്നു. അത് ഏത് സമയത്താണ് വന്നത്? റെഗുലേറ്റിംഗ് ആക്ടിലൂടെയാണ് വരുന്നത്. ആ പദവി എന്ത് ചെയ്തു? അവസാനിച്ചിട്ട് അതിന് പകരം എന്ത് വന്നു? വൈസ്രോയി എന്ന പദവി നിലവിൽ വന്നു. അങ്ങനെയാണെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന ഗവർണർ ജനറലും ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയിയുമായ വ്യക്തിയാണ് കാനിങ് പ്രഭു. ഓക്കെ, അപ്പൊ അവസാന ഗവർണർ ജനറലും ആദ്യ വൈസ്രോയിയുമായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ കാനിങ് പ്രഭു ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ. ഇനി ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന രണ്ട് പദവികളാണ് ബോർഡ് ഓഫ് കൺട്രോൾ, അതുപോലെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. ഇത് രണ്ടും എന്ത് ചെയ്തു? നിർത്തലാക്കിയിട്ട് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന ഒരു പദവി നിലവിൽ വന്നു. ഓക്കെ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ നിലവിൽ വരുന്നതും ഏത് വഴിയാണ്? ക്യൂൻസ് പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ രാജ്ഞിയുടെ വിളംബരം 1858 പ്രകാരമാണ്. അതുപ്രകാരം ഇന്ത്യയുടെ ആദ്യ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരായിരുന്നു? എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലി ആണ് ആദ്യ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, സെക്രട്ടറി സ്റ്റാൻലി, എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലി. ഇന്ത്യയുടെ അവസാനത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വില്യം ഫ്രാൻസിസ് ഹാരെയാണ്. ഇന്ത്യയുടെ അവസാനത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരാന്ന് ചോദിച്ചാൽ വില്യം ഫ്രാൻസിസ് ഹാരെയാണ്. ഇനി ഏറ്റവും കൂടുതൽ കാലം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ട് ഇരുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോർജ് ഹാമിൽട്ടൺ ആണ് ഏറ്റവും കൂടുതൽ കാലം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ട് ഇരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ വളരെ വേണ്ടുന്ന പോയിന്റുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇത് കൂടാതെ ഇനിയും വരുന്നുണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, അങ്ങനെ കുറച്ച് നിയമങ്ങൾ, ഇന്ത്യൻ കൗൺസിൽ ആക്ട്, ഇങ്ങനെ കുറച്ച് നിയമങ്ങൾ ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇന്ന് പഠിച്ചത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ കണ്ടിട്ട് പോകുന്നതിന്റെ കൂടെ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത ക്ലാസ്സുമായിട്ട് വരാം. ബൈ.